അപ്പം നമസ്കാരം, ഞാൻ അജയ് ഉണ്ണി. ഞാനിന്ന് വന്നേക്കണത് നമ്മുടെ തൊടുപുഴ ടൗണിൻ്റെ തൊട്ട് ചേർന്ന് 5 കിലോമീറ്റർ മാറി മ്രാല നമ്മുടെ കനാലിൻ്റെ സൈഡിലാണ്. ഇന്ന് റോഡ് കാണിച്ചു കൊടുത്തേ മോനെ. ഈ റോഡിൽ കൂടെ ഇവിടെ ഈ പാവപ്പെട്ടവർ, ഇത്രയും പാവപ്പെട്ട ആൾക്കാർ, അമ്മമാരും ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാം കൂടി ഇവിടെ ഈ റോഡിൽ കൂടെ എങ്ങനെയാണ് അവർ സഞ്ചരിച്ച് വീട്ടിലെത്തണമെന്ന് അറിയാൻ പാടില്ല. ഇവിടെ ഈ റോഡിൽ കൂടെ ഇവിടെ ആൾക്കാർക്ക് ഇതുവരെ ഈ മാർച്ച് മാസം എല്ലായിടത്തും പണി നടന്നിട്ടും ഈ മ്രാല മാത്രം, ഈ കനാലിൻ്റെ സൈഡിൽ മാത്രം ഈ പണി ചെയ്യാണ്ട് പോയി ഇവിടെ ഈ തെണ്ടിത്തരം കാണിച്ചിട്ട് പോയത് ഭയങ്കര മോശത്തിലാണ് ഈ കാണിച്ചത്. ഇത് ഈ മ്രാല കനാലിൻ്റെ സൈഡാണ്. ഈ സൈഡിൽ കൂടെ ഇത് ഞാൻ ഒരു സൈഡ് മാത്രമേ കാണിക്കുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് 1 കിലോമീറ്റർ എത്രയേട്ടാ? 1 കിലോമീറ്റർ മാറി പുലി ഇറങ്ങിയേക്കണേ. ഇല്ലിയാരിയിൽ പുലി ഇറങ്ങിയിട്ടുണ്ട്. ഈ പറഞ്ഞ പുലി ഇറങ്ങി ഇവിടെയുള്ള നാട്ടുകാർ, ഇതേ അമ്മമാരും പിള്ളേരും കുട്ടികളും എല്ലാം കൂടി ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെടണം തോന്നിയാൽ ഒരു രീതിയിലും രക്ഷപ്പെടൽ നടക്കില്ല. അപ്പോൾ ഇവരെ എല്ലാവരും ഒന്ന് കാണിക്കണം എന്ന് തോന്നി. ഇവർ ഈ നാടിൻ്റെ ഈ അവസ്ഥ, ഈ ശോചനീയാവസ്ഥ ഈ മാർച്ച് മാസത്തിലും നിങ്ങൾക്ക് നന്നാക്കി കൊടുക്കാത്ത ഒരു പക്ക മോശത്തരം കാണിച്ച് അത് ഭയങ്കര മോശമായിപ്പോയി. അപ്പം നിങ്ങൾ ചേട്ടാ ഒരു ആധികാരികമായിട്ടൊന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്നാ പ്രശ്നം, ഇവിടെ എന്നാണ് ഇത് എന്നാത് ഒന്ന് പറഞ്ഞ്. ഇത് MBIP റോഡാണ്, MBIP കനാൽ റോഡാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ 3-ാം മൈൽ മുതൽ ഈ പൊന്നന്താനം വരെ വളരെ മോശമായിട്ടാണ് കിടക്കുന്നത്. ഇത് നേരെ അതിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പഞ്ചവടി ഇത് നേരെ കട്ട് ചെയ്ത് പഞ്ചവടി പാലത്തിൽ ചെല്ലും. പഞ്ചവടി പാലത്തിൽ നിന്ന് വണ്ടി നേരെ വന്നാൽ ഇതിനെ കട്ട് ചെയ്ത് 3-ാം മൈൽ സ്റ്റേറ്റ് ഹൈവേ ചെല്ലും. എന്ന് പറഞ്ഞാൽ തൊഴിൽ ടൗൺ ടച്ച് ചെയ്യാതെ ഏറ്റവും നല്ല വഴിയായത്. അമ്മമാരെല്ലാവരും ഒന്ന് അടുത്ത് വന്നേ, അമ്മമാരെ ഒന്ന് വന്നേ. നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ള കേസിനാ വന്നേക്കണേ. അമ്മയ്ക്ക് പറയാനുള്ള കാര്യം പറ. ഞാൻ ചോദിക്കുന്നേ, ഈ കരിങ്കുന്നം പഞ്ചായത്തിലെ ഈ റോഡല്ലാതെ വേറെ ഏതെങ്കിലും റോഡ് ഇതുപോലെ മാറിക്കിടക്കുന്നുണ്ടോ? അതിന് സമാധാനം പഞ്ചായത്ത് പറയണം. നിങ്ങൾ എല്ലാവരും വോട്ട് കുത്തി കൊടുക്കണ്ടേ? എല്ലാവർക്കും കൊണ്ട് വോട്ട് കുത്തി പഞ്ചായത്ത് പറയണം. സുന്ദരമായിട്ട് ഇതൊരു 10-12 വർഷമായിട്ടുണ്ട്. ആരും തൊട്ടിട്ടില്ല. എന്നെ ഉണ്ടാക്കാനായിട്ടാണ് നിൽക്കണേന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ വായിന്ന് വന്നു കഴിഞ്ഞാൽ ചിലപ്പം എൻ്റെ ഭാഷ ചിലപ്പം വൃത്തികേടായി പോകും. ഞാൻ കൊണ്ട് ഞാൻ ഒന്നും പറയാനുള്ള, അമ്മയ്ക്ക് പറയാനുള്ള കാര്യം ഞാൻ പറഞ്ഞോളാം. ബാക്കി ഇവന്മാർ ഈ പറഞ്ഞ ഇത് എത്ര വർഷമായി നന്നാക്കാത്തത്? ഒരു 10-12 വർഷമായിട്ട് ഇതൊന്നും നന്നാക്കാണ്ട് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ഇതൊന്ന് നന്നാക്കി കൊടുക്കുക. ഇത്രയുള്ള ആൾക്കാർക്ക് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഒന്ന് എന്നോട് ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും പരാതിയില്ലേ? നിങ്ങളെല്ലാവരും ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഉറക്കെ പറ. ഇത്രയും പോരെ. അപ്പൊ ഇത് നാളെ ഉള്ളവന്മാരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുക. ഇതിനൊന്ന് ചെയ്തു കൊടുക്കുക. ഇവിടെ പുലി ഇറങ്ങി ഇവിടെ ഒന്ന് ചാടി ഒന്ന് രക്ഷപ്പെടാൻ പോലും പറ്റില്ല. ഇവിടെ ഒന്ന് പുലി ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ തോട്ടിക്കൂടെ പോലും പോകാൻ പറ്റില്ലാത്ത അവസ്ഥയിലാണ് ഇവിടെ. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കുക ചേട്ടാ. എന്നാ ഓക്കെ, ഇത്ര നമ്മൾ എല്ലാവർക്കും നന്ദി. ഒന്ന് പറ. എന്നാ കൊടുക്ക. രാവിലെ വൈകുന്നേരം മുട്ടാൻ കോടതിയിലേക്ക് വക്കീലുമാര് സഞ്ചരിക്കുന്ന റോഡാണിത്. എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പിള്ളേര് പോകുന്ന റോഡാണിത്. ബൈക്കിന്റെ ശല്യം കൂടുതലുള്ള റോഡാണിത്. ഞങ്ങൾക്ക് ഈ റോഡ് സൈഡിൽ കൂടെ താമസിക്കുന്നവർക്ക് ഇവിടെ ആൾസഞ്ചാരം ഇല്ലാത്ത റോഡല്ല ഇത്. ആൾസഞ്ചാരം ഇല്ലാത്ത ചുമ്മാ വിജനമായിട്ട് കിടക്കുന്നതോടല്ല, ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ തിങ്ങി പാർക്കുന്നതോടാണ്. അതുകൊണ്ട് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഞങ്ങൾ രംഗത്തേക്ക് ഇറങ്ങും. അതാ, അല്ലാണ്ട് ഇനി ഒന്നും ചെയ്യാനൊന്നുമില്ല. അപ്പോൾ നമസ്കാരം, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, എല്ലാവർക്കും നന്ദി.